ഓം നമ ശിവായ. ജ്യോതിഷ ചന്ദ്രികയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ അധ്യായത്തിലൂടെ പറയുന്നത് നമ്മളുടെ വീടുകളിലും പരിസരത്തുമുള്ള ചില പ്രത്യേകമായിട്ടുള്ള ജീവികളെക്കുറിച്ചാണ്. അവ വീടുകളിൽ ഉണ്ടായെന്നാൽ ഉണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ചും നമ്മൾ അറിയാതെ തന്നെ അവയെ നശിപ്പിക്കുകയും ചിലപ്പോൾ നമ്മളുടെ വീടുകളിൽ നിന്നും അത് വിട്ടുമാറാതെ ഇങ്ങനെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അത് നമ്മൾക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കി തരുവാൻ പോകുന്നു എന്നുള്ള ഒരു ഈശ്വര സാന്നിധ്യം കൂടിയാണ് ആ ജീവികളിലൂടെ ഭഗവാൻ നമ്മൾക്ക് കാണിച്ചു തരുന്നത്. ഉദാഹരണമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ മുഖ്യമായിട്ടുള്ള ജലസ്രോതസ്സുകളെല്ലാം തന്നെ കാണിച്ചു തരുന്നത് ആ ജീവികളാണ്. മറ്റൊന്നുമല്ല, ചിതൽപുറ്റുകളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. കോവിതാര വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ചിതൽപുറ്റുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ 3 കോൽ തെക്ക് മാറി 15 ആൾ താഴ്ചയിൽ തീർച്ചയായിട്ടും ജലസ്രോതസ്സുകൾ ഉണ്ടായിരിക്കും. മാത്രമല്ല, അതിൽ നിന്നും 3 ആൾ താഴ്ചയിൽ സമ്പത്ത് അഥവാ നിധി ഉണ്ടായിരിക്കുമെന്നും നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിൽ പറഞ്ഞായിരുന്നു. എന്നാൽ അതുപോലെ തന്നെ നമ്മളുടെ വീടുകളിൽ ഇതുപോലെയുള്ള ആ ചിതൽപുറ്റുകൾ ചിലപ്പോൾ വരാറുണ്ട്. എല്ലാ വീടുകളിലുമില്ല, ചില വീടുകളിൽ മാത്രം ഇതിങ്ങനെ കാണുന്നു. ചില പ്രദേശങ്ങളിൽ മാത്രമായിട്ട് ഇത് കാണുന്നു. ചില സ്ഥലങ്ങളിൽ മാത്രം പ്രത്യേകിച്ച് കാണുന്നു. ഇതിൻ്റെ എല്ലാം തന്നെ സൂചന എന്ന് പറയുന്നത് അത് ഈശ്വരാധീനം അവിടെയെല്ലാം ഉണ്ട്. നമ്മൾക്ക് വീടുകളിൽ ഇങ്ങനെ ഉണ്ടാകുന്നു എങ്കിൽ, അഥവാ വീടിൻ്റെ പരിസരങ്ങളിൽ ഇതുപോലെ ചിതൽപുറ്റുകളും ചിതലും കാണുന്നു എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കുക, നമ്മൾക്ക് വളരെയധികം ധനം അഥവാ സമ്പത്ത്, നമ്മൾക്ക് അഭിവൃദ്ധി, ജീവിത ഉന്നതി എല്ലാം തന്നെ വരുവാൻ പോകുന്നു. കാലക്രമേണ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് കൈവരുന്നതാണ്. അതിനുള്ള സൂചന മാത്രമാണ് ആ കാണുന്നത്. എന്നാൽ അത് നമ്മൾ നോക്കാതെ ആ സ്ഥലം ഒരിക്കലും നമ്മൾ മറ്റൊരാൾക്ക് മറിച്ചു വെക്കുകയോ അല്ലെങ്കിൽ ചിതൽ പുറ്റുകളാണ് അവിടെയെന്നും പറഞ്ഞ് നമ്മൾ ഉപേക്ഷിച്ചു പോവുകയോ ചെയ്യരുത്. കാരണം അത് ഈശ്വരാധീനമുള്ള ഒന്നാണ്. ആ ഈശ്വര സാന്നിധ്യത്തിനെയാണ് തീർച്ചയായിട്ടും നമ്മൾക്ക് അവിടെ കാണിച്ചു തരുന്നത്. അതുകൊണ്ട് അവയെ നമ്മൾ ആരാധിക്കുകയോ അല്ലെങ്കിൽ അവയെ മായ്ച്ചു കളയുകയോ ചെയ്യേണ്ട കാര്യമില്ല. എന്നാൽ അത് ഇത്ര തന്നെ നമ്മൾ മായ്ച്ചു കളഞ്ഞാലും വീണ്ടും വീണ്ടും അത് അവിടെ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് സമ്പത്തുക്കൾ വരുന്നു, സമ്പത്തുക്കൾ, അഭിവൃദ്ധി, ധനം, ശ്രേയസ്, കടബാധ്യതകൾ മാറുക തുടങ്ങിയിട്ടുള്ള അമൂല്യമായിട്ടുള്ള രത്നങ്ങൾ അതിൻ്റെ താഴെ ഉണ്ട് എന്നതിനുള്ള ഒരു സൂചന മാത്രമാണ് ആ കാണുന്നത്. കോവിതാര വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നമ്മൾ പറഞ്ഞു പുറ്റുണ്ടെങ്കിൽ അതിൻ്റെ 3 കോൽ തെക്ക് മാറി 15 ആൾ താഴ്ചയിൽ ജലസ്രോതസ് ഉണ്ടായിരിക്കും. കൂവള വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ പുറ്റുണ്ടെങ്കിൽ അതിൻ്റെ 2 കോൽ കിഴക്ക് മാറി 25 ആൾ താഴ്ചയിൽ ജലസ്രോതസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവിടെ ധനം ഉണ്ടായിരിക്കും, നിധി ഉണ്ടായിരിക്കും എന്ന് കാര്യം തീർച്ചയാണ്. അങ്ങനെയുള്ള ഓരോ സന്ദർഭങ്ങളിലും നമ്മൾക്ക് കാണിച്ചു തരുന്നത് എന്താണ്? അവിടെയെല്ലാം തന്നെ ഈശ്വര സാന്നിധ്യമുണ്ട്, ഈശ്വരൻ്റെ കൃപാകടാക്ഷമുണ്ട് എന്നതിനെക്കുറിച്ച് മാത്രമാണ് നമ്മൾക്ക് കാണിച്ചു തരുന്നത്. ഇതുകൂടാതെ കൊണ്ട് തന്നെ വേറെയും ചില നേട്ടങ്ങൾ നമ്മൾക്ക് കാണാം. നമ്മൾക്ക് ഒരു മുൻകരുതലായിട്ട് നമ്മൾക്ക് വേണമെങ്കിൽ നമ്മൾക്കൊരു കാര്യം, കൃത്യമായിട്ടുള്ള കാര്യം, ബുദ്ധിമുട്ടുള്ളൊരു കാര്യം സാധിച്ചെടുക്കണം. അതിനുവേണ്ടി നാം എന്താണ് ചെയ്യേണ്ടത്? ഒരു ശകലം അഥവാ ഒരല്പം ആ പുറ്റിൻ്റെ മണലെടുത്ത് നമ്മൾ ഒരു ഇലയിലാക്കി നമ്മളുടെ പോക്കറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ശരീരത്തിൻ്റെ ഭാഗത്തോ വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ആ കാര്യം സാധിച്ചെടുത്ത് കിട്ടിയിരിക്കും. കാരണം അത് ഈശ്വര സാന്നിധ്യമുള്ള മണലാണ്. മാത്രമല്ല, അത് നമ്മളുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾക്ക് മേൽക്കുമേൽ അഭിവൃദ്ധിയും ധനവും സമ്പത്തും എല്ലാം തന്നെ വന്നുചേരും, യാതൊരു തർക്കവുമില്ല. കുട്ടികളുടെ പഠന
മൗഢ്യം, കുട്ടികൾക്ക് പഠിക്കുവാനുള്ള കഴിവ്, നമ്മളുടെ ജോലി തടസ്സങ്ങൾ, നമ്മൾക്ക് വരുന്ന കടബാധ്യതകൾ, ഇവയെല്ലാം തന്നെ കാലക്രമേണ മാറ്റുകയും അത് നമ്മൾക്ക് സമ്പത്തുക്കൾ നേടിത്തരികയും ചെയ്യും എന്നുള്ളതിൽ യാതൊരുവിധ തർക്കവുമില്ലാത്ത സംഗതികളാണ്. അതുകൊണ്ട് ഈ ചിതൽപ്പുറ്റുകളെന്ന് പറഞ്ഞ് നമ്മൾ യാതൊരു കാരണവശാലും അവയെ ഉപേക്ഷിച്ച് കളയരുതും. ആ സ്ഥലം നമ്മൾ ഉപേക്ഷിക്കരുതും. അത് ദൈവാധീനമുള്ളത് അഥവാ ഈശ്വരാധീനമുള്ള ഒരു സ്ഥലമാണ് എന്ന് നമ്മൾക്ക് കണക്കാക്കേണ്ടതാണ്. നമ്മൾ വളരെയധികം കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾക്ക് അറിവുള്ള ഒരു സ്ഥലമുണ്ട്. അതിൽ പ്രധാനമായിട്ടും കന്യാകുമാരി ജില്ലയിലെ മണ്ടയ്ക്കാട് എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ചെറിയ ഒരു പുറ്റ് വളർന്നു വന്നു. അവിടെ ഒരു ദേവിയുടെ സാന്നിധ്യമുണ്ടായി. ആ പുറ്റ് അവർ എല്ലാം തന്നെ അവിടെയുള്ള ജനങ്ങൾ അതിനെ ആരാധിക്കുകയും അവിടെ വിളക്ക് വെച്ച് തൊഴുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ അവിടെ ദേവിയുടെ നല്ലൊരു സാന്നിധ്യമുണ്ടായി. അവിടെ ഇന്നും ഭക്തജനങ്ങൾ അവിടെ പോയി പൊങ്കാല അർപ്പിക്കുകയും അവരുടെ ദുഃഖങ്ങൾക്ക് മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുകയും അമ്മയോട് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഫലം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ പുറ്റ് നമ്മൾ വെറുതെയാണെന്ന് കരുതി, ദോഷമാണെന്ന് കരുതി യാതൊരു കാരണവശാലും മാറ്റിക്കളയരുതും. അവ നമ്മൾ എടുത്തിട്ട് കൂടുതലായിട്ട് നമ്മളുടെ ഒരിടത്ത് അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അത് എടുത്തിട്ട് നമ്മളൊരു പാത്രത്തിലാക്കി, തുറന്ന പാത്രത്തിലാക്കി, അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിൽ കൊള്ളാത്തൊരു സ്ഥലം നോക്കി വെച്ചു കഴിഞ്ഞാൽ അത് യാതൊരുവിധ ഉപദ്രവമില്ലാതെ നിലനിൽക്കും. അല്ലാതെ നമ്മൾ ഇത്ര കണ്ട് പറഞ്ഞാലും അത് അവിടുന്ന് പോകുന്നതല്ല. കാരണം ആ ഭൂമി ഈശ്വര സാന്നിധ്യം, ഈശ്വര കടാക്ഷമുണ്ട് എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം മാത്രമാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ കോവിതാര വൃക്ഷത്തിൻ്റെ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ കൂവളത്തിൻ്റെ ചുവട്ടിൽ ഇതുപോലെ പുറ്റുണ്ടെങ്കിൽ അവിടെയും ജലസാന്നിധ്യം ഉണ്ടാകും എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ പ്ലാശുമരത്തിൻ്റെയും ചുവട്ടിൽ പുറ്റുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ജലസ്രോതസ് ഉണ്ടായിരിക്കും. 3 കോൽ താഴ്ചയിൽ, 3 കോൽ കിഴക്ക് മാറി 25 ആൾ താഴ്ചയിൽ അവിടെ ജലസ്രോതസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നിധി ഉണ്ടായിരിക്കും. അത് ഉറപ്പുള്ള കാര്യമാണ്. ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾക്ക് കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ചെന്നാൽ ഈ പുറ്റുകൾ ആണ്. അത് ചിതൽ പുറ്റുകൾ മാത്രമാണ്. അവിടെ ഈശ്വര സാന്നിധ്യമുണ്ട് എന്നുള്ളതിന് ഉറപ്പാണ്. ആ ചിതൽപ്പുറ്റുകൾ നമ്മളുടെ വീട്ടിലുണ്ടെങ്കിൽ ഒരു അല്പം ആ മണലെടുത്ത് നമ്മളുടെ നെറ്റിയിൽ തടവിക്കൊണ്ട് നമ്മൾ ഏതൊരു കാര്യത്തിന് പുറപ്പെട്ടാലും അത് തീർച്ചയായിട്ടും അത് നമ്മൾക്ക് സാധിച്ചു തന്നിരിക്കും. അതിന് യാതൊരുവിധ തർക്കവുമില്ല. അത്രയും ദൈവികമായിട്ടുള്ള സാന്നിധ്യമുള്ള ഒന്നായതുകൊണ്ടാണ് അത് നമ്മളെ വീട്ടിൽ വരുന്നത്. വളരെയധികം കഷ്ടപ്പാടുകളും വളരെയധികം ബുദ്ധിമുട്ടുകളുമെല്ലാം നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ പോലും അത് വളരെയധികം ബുദ്ധിമുട്ടുകളെയും കഷ്ടപ്പാടുകളെയും എല്ലാം നീക്കിത്തരുവാൻ വേണ്ടി ഭഗവാൻ നേരിട്ട് അയച്ച ഒരു നിമിത്തം മാത്രമാണ് എന്ന് കണക്കാക്കുക. നമ്മുടെ മുൻജന്മത്തിൽ നമ്മൾ വളരെയധികം കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അറിഞ്ഞ് അല്ലലായി ജീവിച്ചിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഈശ്വര സാന്നിധ്യമുണ്ട്. നിങ്ങൾക്ക് ഈശ്വര സാന്നിധ്യം ഉള്ളതുകൊണ്ട് യാതൊരു കാരണവശാലും പേടിക്കേണ്ട. അവിടെ തന്നെ നമ്മൾ ജീവിക്കുക. അവിടെ നമ്മൾക്ക് അഭിവൃദ്ധിയും ധനവും സമ്പത്തും എല്ലാം ഐശ്വര്യവും ഉണ്ടാകും എന്ന ഈ കാര്യത്തിൽ യാതൊരുവിധ തർക്കവും വേണ്ട. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അധ്യായം ഉപസംഹരിക്കുകയാണ്. എല്ലാവർക്കും ഈശ്വരൻ്റെ കൃപയും ഉണ്ടാകട്ടെ എന്ന് വൈക്കത്തപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.